ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മളിൽ പലർക്കെങ്കിലും തോന്നുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ അമ്മമാരായിക്കോട്ടെ അമ്മൂമ്മമാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു വിമൻ സെൻട്രിക് ടോപ്പിക് മാത്രമല്ല, അച്ഛന്മാരായിക്കോട്ടെ അപ്പൂപ്പന്മാരായിക്കോട്ടെ, അവർക്ക് ആർക്കും ഈ ഒരു സ്കിൻ കെയർ റുട്ടീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവർക്ക് നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട്. സോ നമുക്ക് ആ ഡൗട്ട് ആദ്യം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ പല ഫാക്ടേഴ്സ് ആണ്, അതായത് നമ്മുടെ സ്കിന്ന് ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷനുമായിട്ട് എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ UV റേഡിയേഷൻ ആയിട്ട് എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി, നമ്മളിപ്പം എത്ര അൺഹെൽത്തി ആയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ജനറേഷൻ അങ്ങനെ ആയിരുന്നില്ല. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന്, അല്ലെങ്കിൽ വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന്, ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലാത്തൊരു സ്കിന്നാണ് ഒരു പെർഫെക്റ്റ് സ്കിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഓൾറെഡി ഈ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഇല്ലേ, അത് നമുക്ക് മറക്കാം. പക്ഷേ എൻവിറോൺമെന്റൽ പൊല്യൂഷൻ കാരണം, UV റേഡിയേഷൻ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടൊക്കെ നമ്മുടെ സ്കിൻ ഒരുപാട് ഡാമേജ് ആവുന്നുണ്ട്. സോ ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒന്നുമില്ല. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ സിമ്പിൾ ആണ്, ബേസിക് ആണ്. എൻ്റെ കാര്യത്തിൽ ഈ സ്കിൻ കെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഞാൻ ഡെയിലി ഒരു 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാറുണ്ട്. അത് തന്നെ നമുക്ക് വളരെ ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ തരും. ബാക്കി ക്രെഡിറ്റ് ഞാൻ മേക്കപ്പിന് കൊടുക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാം, പിന്നെ ഓരോ സ്റ്റെപ്സും എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ സ്റ്റെപ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സും കൂടെ കാണിച്ചു തരാം. എന്നാ പിന്നെ തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഓൾ റൈറ്റ്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ് കേട്ടോ. നമുക്കൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവണം, അതേപോലെ തന്നെ ഒരു ഈവനിങ് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാവണം. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ടിനും യൂസ് ചെയ്യേണ്ട പ്രോഡക്ട്സും ഡിഫറെന്റ് ആണ് കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ പ്രോഡക്ട്സും എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റും വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് ഒരു 1.5 മാസം തൊട്ട് 2 മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് വർക്ക്ഔട്ട് ആകുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സിറംസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ സിറംസ് ഒന്നും തന്നെ 4 ദിവസത്തിൽ കൂടുതൽ, ആഴ്ചയിൽ 4 ദിവസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഒന്നിച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്ത സിറംസും ഉണ്ട്. ചില സിറംസ് ഒന്നിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന സിറംസും ഉണ്ട്. സോ സിറംസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞോട്ടെ, 18 വയസ്സിൽ താഴെയുള്ളവർ സിറംസ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ സിറംസ് അല്ലാതെ പറയുന്ന ബാക്കി എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു ഹെൽത്തി സ്കിൻ കെയർ റുട്ടീൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലെൻസിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് കേട്ടോ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് 2 ക്ലെൻസേഴ്സ് ആണ്. ഒന്ന് വന്നിട്ട് സിമ്പിളിൻ്റെ ഈ ഒരു ക്ലെൻസർ വളരെ ഫേമസ് ആണ്, എല്ലാവരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, യൂസ് ചെയ്യുന്നവരുണ്ടാവും. സോ സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും. ഇതല്ലാതെ എനിക്ക് പീരിയഡ്സിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുക. അല്ലാത്ത സമയത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങും ഇതേപോലെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാൻ. സോ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഇടാം. സോ ഈ 2 ക്ലെൻസേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഒരു ക്ലെൻസർ വെച്ച് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യുമ്പം ഓവർനൈറ്റ് ഉണ്ടായ ബിൽഡപ്സ് ഉണ്ടാവുമല്ലോ, അതായത് രാത്രി നമ്മുടെ ഫേസിലുണ്ടായ സ്വെറ്റ്, വിയർപ്പ്, പിന്നെ തലേദിവസം നമ്മൾ യൂസ് ചെയ്ത സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ്, പിന്നെ പില്ലോ കേസ്, നമ്മുടെ തലയണേന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഡസ്റ്റ്, അതായത് ഈ പറഞ്ഞ ബിൽഡപ്സ് എല്ലാം വെച്ച് നമ്മുടെ പോർസ് ക്ലോഗ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അൺക്ലോഗ് ചെയ്യാനും നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്യാനും ആയിട്ടാണ് നമ്മളൊരു ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 ടോണർ. ഈ ടോണർ എന്ന് പറയുന്നത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമല്ല, പക്ഷെ ക്ലെൻസിങ് എന്ന് പറയുന്നത് നിർബന്ധമുള്ളൊരു സ്റ്റെപ്പാണ്. ടോണർ ഓപ്ഷണൽ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ നയാസിനമൈഡ് 3% വരുന്ന ടോണറാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 420, പക്ഷെ നമുക്ക് ആമസോണിലൊന്നും ഇത്ര റേറ്റ് വരത്തില്ല. എനിക്കൊന്നൊരു 300-350 ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വരത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, റോസ് വാട്ടർ ഇല്ലേ, നമ്മുടെ പ്ലെയിൻ റോസ് വാട്ടർ, എനിക്കൊന്നും അതിന് അധികം റേറ്റ് ഒന്നും വരുന്നില്ല, അത് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം. ഇൻഫാക്ട് അതാണ് ഒരു ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത്.
ഇനി ടോണർ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് നിലനിർത്താനായിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യാം. നമ്മുടെ ഓപ്പൺ പോർസിൽ ഈ ഭാഗങ്ങളിലുള്ള അതൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യാം. സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഇല്ലേ, അതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് ടോണർ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തു, ഒരു ടോണർ യൂസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സിറംസ്. ഈ സിറംസ് യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാ സിറംസും സ്യൂട്ട് ആവത്തില്ല. നമ്മുടെ എന്താണോ സ്കിൻ കൺസേൺ ഉള്ളത് ആ കൺസേൺ അറിഞ്ഞിട്ട് വേണം സെറം യൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അടുത്ത ആളും വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. എൻ്റെ കൺസേണിനനുസരിച്ചായിരിക്കും ഞാൻ സിറംസ് ചൂസ് ചെയ്യുന്നത്. സോ ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കൺസേൺ എന്ന് പറയുന്നത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ടാൻ ആവുന്നുണ്ട്. മേക്കപ്പ് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല, പക്ഷെ സ്കിൻ ടാൻ ആവുന്നുണ്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാവുന്നുണ്ട്, സ്കിന്നിന് മൊത്തത്തിൽ ഒരു ഡൾനെസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന് മുമ്പ് വന്ന പീരിയഡ്സ് ബാക്കി വെച്ച കുറച്ച് കുത്തുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സെറം ആയിരിക്കണം ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത്. സോ ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കൺസേൺസ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറം എന്ന് പറയുന്നത് കോജിക് ആസിഡ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ കോജിക് ആസിഡ് എന്ന് പറയുന്നത് വിറ്റമിൻ സി സെറത്തിനെ കഴിഞ്ഞും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിറ്റമിൻ സിയും കോജിക് ആസിഡും യൂസ് ചെയ്തിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഏതാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കോജിക് ആസിഡ് സെറം എന്ന് പറയുന്നത് ഡെർമാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ 2% കോജിക് ആസിഡ് സെറം ആണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് കാലിയാവാൻ പോവാണ്. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യത്തിൽ കൂടുതൽ യൂസ് ചെയ്യാൻ നിൽക്കരുത്. അതും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഓരോ ദിവസം ഇടപെട്ടിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ കോജിക് ആസിഡിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറയാം. നിങ്ങൾക്ക് ഇതേ കൺസേൺസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോജിക് ആസിഡ് യൂസ് ചെയ്യാം കേട്ടോ. ഏത് സെറം യൂസ് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. സോ ബേസിക്കലി കോജിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് കോജിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, അത് നല്ല രീതിയിൽ ഫെയ്ഡ് ആക്കാനായിട്ട് കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മോർണിംഗ് യൂസ് ചെയ്യാം, നൈറ്റും യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോർണിംഗ് മാത്രം ഒന്ന് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മോർണിംഗും ഈവനിങ്ങും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ. എന്ത് സെറംസ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. അപ്പം എന്തായാലും നമ്മൾ ക്ലെൻസിങ് ടോണിങ് കഴിഞ്ഞ് ഒരു സിറം യൂസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. അതിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സെറ്റാഫിലിൻ്റെ ഈ ഒരു ടബായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ പ്രൈസിയാണ്. എനിക്ക് തോന്നുന്നു 1200 1300 ആ റേഞ്ച് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾക്ക് വേറൊരു മോയ്സ്ചറൈസർ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ചെറിയ മോയ്സ്ചറൈസേഴ്സ് വാങ്ങിയിട്ട് എവറി മന്ത് വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി, പക്ഷെ എങ്കിലും കാണുന്നുണ്ടോ, ഇത്ര തന്നെ ബാക്കിയുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. ഇത് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആ ഒരു ഫ്ലേക്കിനെസ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും എഫക്റ്റീവാണ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. അല്ലാത്ത നോർമൽ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, ഏത് സ്കിൻകാർക്കും യൂസ് ചെയ്യാം. കുറഞ്ഞ അളവിൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓയിൽനെസ് ഫീൽ ചെയ്യും. സോ വളരെ ചെറിയ അളവിൽ ഇത് യൂസ് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മോയ്സ്ചറൈസറാണ് ഇത്, പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് 2% ഉള്ള മോയ്സ്ചറൈസറാണിത്. ഇതൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഈ സെറ്റാഫിൽ വന്നിട്ട് കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ഓപ്ഷനാണ്. കുറച്ചൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. നോക്കിയേ, ഭയങ്കര വാട്ടറി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഒട്ടും തന്നെ ഗ്രീസിനെസ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. കാണുന്നുണ്ടോ, ഇതാണ് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും സോഫ്റ്റ് ആയിട്ട് വെക്കാനൊക്കെ നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഈ എൻവിറോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാവില്ല, നമ്മൾ ബേസിക്കലി എൻവിറോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നില്ലേ, ഈ സംഭവത്തിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും. ടോണർ ഞാൻ പറഞ്ഞു ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ലാത്തൊരു സ്റ്റെപ്പാണെന്ന്. പക്ഷെ ക്ലെൻസർ, മോയ്സ്ചറൈസർ, അടുത്ത സ്റ്റെപ്പായ സൺസ്ക്രീൻ, ഈ 3 സ്റ്റെപ്പും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീൻ ആണ് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സൺസ്ക്രീൻ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. അത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യും. ഈ ഹാംഫുൾ UV റേസ് കാരണം ഉണ്ടല്ലോ, നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്പീഡപ്പ് ആകും. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് വരും സ്കിന്നിൽ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതെല്ലാം തടയണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ.
പിന്നെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണുന്നതാണ് 4 മണിക്കൂർ സൺ പ്രൊട്ടക്ഷൻ തരും, ത്രൂ ഔട്ട് ദ ഡേ സൺ പ്രൊട്ടക്ഷൻ തരും. ഇതൊന്നും കാര്യമാക്കരുത്. എവറി 2 hours, ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും മസ്റ്റായിട്ടും സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. ഈ സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ ഫേസിന് മാത്രം പോരാട്ടോ, നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഇപ്പം നമ്മുടെ കൈകൾക്കായിക്കോട്ടെ, കാലുകൾക്കായിക്കോട്ടെ, ചെവി, നെക്ക്, ഇവിടെയൊക്കെ സൺ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. സോ ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ ഈ സൺസ്ക്രീൻ ആണ്. കാണുന്നുണ്ടോ? ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, SPF 30 മുകളിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫേസിലേക്ക് വേണ്ട സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ. ഈ ഡോട്ട് ആൻഡ് കീക്ക് തന്നെ കുറേ റേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സിക്കാ കാമിങ് നയാസിനമൈഡ് സൺസ്ക്രീൻ ആണ്, SPF 50+ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു കുഞ്ഞു ട്യൂബ് ഉണ്ട്. ഇത് ഞാൻ എന്തോ വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വന്നാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അക്വാലോജിക്കൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും എപ്പോൾ വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ഡോട്ട് ആൻഡ് കീൻ്റെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഇത് കഴിഞ്ഞ് നിങ്ങൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ഉടനെ നിങ്ങൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മേക്കപ്പ് ഇങ്ങനെ നമ്മുടെ ഫേസിൽ നിന്ന് അതിങ്ങനെ എന്താ പറയുക പീൽ ഓഫ് ചെയ്ത് വരിക എന്ന് പറയില്ലേ, ഏകദേശം ആ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കോളേജിലോ ഇല്ലെങ്കിൽ ഓഫീസിലോ പോയതിന് ശേഷം അതിൻ്റെ മേലെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മേക്കപ്പ് പോകും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ സ്റ്റിക്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്കാണ് ഇത്. വന്നിട്ട് ഇത് നമ്മൾ മേക്കപ്പിൻ്റെ മേലെ അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പ് എന്താ പറയുക പോകത്തൊന്നുമില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. നമ്മുടെ ലിപ്സ്റ്റിക്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് വരില്ലേ, അതേപോലെ വരും. സോ എവറി 2 hours കൂടുമ്പം ഇത് അപ്ലൈ ചെയ്യുക. പക്ഷേ മസ്റ്റായിട്ടും 2 hours കൂടുമ്പോൾ, അങ്ങേയറ്റം പോയാൽ 3 hours കൂടുമ്പം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്തിരിക്കണം. മാത്രമല്ല നമ്മളിപ്പോൾ വിചാരിക്കും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരിക്കലും അല്ല. വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പോലും ഏത് സീസൺ ആണെങ്കിലും, മഴക്കാലം ആണെങ്കിൽ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മുടെ ഈ ഫോണിൽ നിന്ന് വരുന്ന ആ ബ്ലൂ ലൈറ്റ് ഇല്ലെങ്കിൽ സൺ UV റേസ്, ഇതെല്ലാം നമ്മുടെ ഗാഡ്ജറ്റിൽ നിന്നൊക്കെ വരുന്ന ഈ ലൈറ്റ്സ് എല്ലാം നമ്മുടെ സ്കിൻ ഡാമേജ് ചെയ്യും. സോ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് സൺസ്ക്രീൻ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. വളരെ ബേസിക് ആണ്. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ഞാൻ കാണിച്ചപ്പോൾ കുറച്ചധികം പ്രോഡക്റ്റ്സ് കാണിച്ചതേ ഉള്ളൂ. ഇതിലത്തെ എല്ലാത്തിലും ഓരോ സ്റ്റെപ്പിലും ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് പ്രോഡക്റ്റ്സ് ആണോ ചേരുന്നത് അത് യൂസ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റെപ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഈ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ എന്തെങ്കിലും കമൻറ്റ്സ് വഴി ചോദിക്കാം. അതേപോലെ തന്നെ ഞാൻ എൻ്റെ Instagram ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ കണക്ട് വിത്ത് മീ ഇൻ Instagram ഓൾസോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റ.